സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്ന പോലെ ഒന്നും അല്ലാട്ടോ ട്രിവാൻഡ്രംകാര്. ട്രിവാൻഡ്രംകാരാള് സൂപ്പറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹി യാത്ര കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങി. അപ്പോൾ ട്രിവാൻഡ്രം തമ്പാനൂരിൽ നിന്ന് എനിക്ക് പിന്നെ ആലുവയ്ക്ക് ട്രെയിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു യൂബർ ബുക്ക് ചെയ്തു. ഞാൻ 2018 ആദ്യമായിട്ട് അവസാനമായിട്ട് യൂബർ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പരിചയക്കുറവ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് യാത്രകൾ എനിക്ക് ട്രിവാൻഡ്രം വന്ന് ഇറങ്ങേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, യൂബർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത്. അങ്ങനെ ചങ്ങാതി എനിക്കൊരു നമ്പർ കിട്ടിയ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഞാൻ റെയിൽവേ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ആണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിരുന്നു. അങ്ങനെ അയാൾ വന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വന്ന് പുള്ളിയുടെ അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും ഞാൻ നോക്കി എൻ്റെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ട്രെയിൻ പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഞാൻ ഒരു ആപ്പ് വഴി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ട്രെയിൻ പോയിട്ടില്ല, തമ്പാനൂരിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ പോയിട്ടില്ല, എനിക്ക് ആലുവയ്ക്ക് പോകണ്ടായിരുന്നു. പെട്ടെന്ന് പിടിക്കാൻ പറഞ്ഞു, നല്ല സ്പീഡിൽ പുള്ളി വിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനും പരിചയക്കുറവുണ്ട്. പുള്ളി 3 ദിവസമായിട്ടുള്ള യൂബറിൽ ഓടാൻ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, പൈസ നിങ്ങൾ എന്നെ വിളിച്ച നമ്പറിൽ ഇട്ടാൽ മതി, ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങൾ വേഗം പോയിക്കോ, ട്രെയിനിൽ കയറി പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ട്രെയിൻ കയറി പോകാൻ ബാഗ് എടുത്തുകൊണ്ട് ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ എനിക്ക് മിസ്സായി. തിരിച്ചു നോക്കുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷക്കാരനും പോയി. എന്നാൽ പിന്നെ അയാൾക്ക് ആദ്യം പൈസ കൊടുത്തേക്ക് രാത്രി 12:30 മണി സമയത്ത് പുള്ളിനെ കൊണ്ടുപോയിട്ടല്ലെന്ന് എഴുതിയിട്ട് പുള്ളിനെ വിളിച്ച നമ്പറിൽ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഗൂഗിൾ പേ ഇല്ല. എന്നാൽ വിളിച്ചിട്ട് ഗൂഗിൾ പേ നമ്പർ ചോദിക്കുന്നത് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഒരു യാത്ര ചെയ്യുന്ന ആൾക്ക് യൂബർ ഓടിക്കുന്ന ആളെയോ യൂബർ ഓടിക്കുന്ന ആൾക്ക് യാത്രക്കാരനെയോ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ സംവിധാനമില്ല. അവർ നമ്മൾ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്പറിലേക്കല്ല കണക്ട് ചെയ്യുന്നത്. വേറെ ഏതൊരു നമ്പർ അവിടെ കയറി ചേരുന്നത്, അയാൾ വിളിക്കുമ്പോൾ വേറെ ഏതൊരു നമ്പർ എനിക്ക് കയറി വരുന്നത്. അതെനിക്കറിയില്ലായിരുന്നു, ആ പാവപ്പെട്ട ചേട്ടനും അറിയില്ലായിരുന്നു. പക്ഷേ രാത്രി 12:30 മണി സമയത്ത് ഒരാൾ പണിയെടുത്ത പൈസ കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരായിരുന്നു. പിന്നെ ഞാൻ ടിറ്റീനെ കണ്ട് എനിക്ക് വേറെ ട്രെയിനിൽ 3:30 ട്രെയിനിൽ എനിക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ ഞാൻ ആ സമയങ്ങളിലൊക്കെ പലവണ ശ്രമിച്ചു. എൻ്റെ ചാവി കീ മിസ്സായി വണ്ടിയിൽ, എനിക്ക് ഡ്രൈവറെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു രീതിയും യൂബർ എനിക്ക് തരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരുന്നതിന് ശേഷം ഞാൻ പല രീതിയിലും കുത്തി കിടന്ന് നോക്കി, പരിചയമില്ലല്ലോ. അങ്ങനെ ഈ വണ്ടിയുടെ നമ്പർ എനിക്ക് കിട്ടി. പപ്പനാവൻ്റെ മണ്ണിൽ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ എനിക്കുണ്ടെങ്കിലും അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അല്ലാതെ സിസ്റ്റം വഴി നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഈ നമ്പറിൻ്റെ ചങ്ങാതി വണ്ടി വിറ്റ ആളുടെ, അതായത് ആൾ വണ്ടി വിറ്റു, വേറെ ആൾക്ക് വിറ്റു, പക്ഷെ പേര് മാറിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നമ്പർ വേണം, ആളുടെ ഡീറ്റെയിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ഞാനതൊരു ഏജൻസിക്ക് കൊടുത്തത്, എനിക്കത് ആരാന്ന് അറിയില്ല, എന്നെ വിളിച്ചിട്ട് കാര്യം. ഞാൻ പറഞ്ഞു, വേണം എന്ന് പറഞ്ഞാൽ വേണം, കാരണം അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരാളുടെ അതിൽ 12:30 ഓടിയ കേസാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജൻസിയിൽ വിളിച്ചിട്ട് മറ്റേ ആളുടെ നമ്പർ എടുത്തത്. അയാളുടെ പേര് രാജീവൻ എന്നായിരുന്നു കേട്ടോ. ഞാൻ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ആദ്യം ചോദിച്ചു എന്നോട്, നിങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടുമോ എന്നുള്ള. സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ട്രെയിൻ കിട്ടിയില്ല ഏട്ടാ. അയ്യോ, നിങ്ങൾക്ക് ട്രെയിൻ കിട്ടണമെന്ന് പറഞ്ഞു എൻ്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, ട്രെയിൻ കിട്ടിയില്ല, പക്ഷേ എൻ്റെ വിഷമം അതല്ല. അതിന് 12:30 ചേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, അത് ചെറിയൊരു തുകയാണെങ്കിലും അത് തരാതെ പറ്റിച്ചുകൊണ്ട് പോയി ചേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമമായിരിക്കും. ആലുവല്ലോ ഏതൊരുത്തും വന്ന് വണ്ടിയും വിളിച്ച് രാത്രി പോയി ഞാൻ കഷ്ടപ്പെട്ട് ഓടുകയും ചെയ്തു, എന്നിട്ട് അതിൻ്റെ പൈസ തന്നില്ല എന്ന് പറയും. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ടെൻഷനായിരുന്നു, നല്ല മനുഷ്യരെ പറ്റിക്കപ്പെടരുതല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആളായിട്ട് സൗഹൃദം ഉണ്ടായി. രാജീവൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തു, എൻ്റെ നമ്പറും സേവ് ചെയ്ത് എപ്പോഴെങ്കിലൊക്കെ വിളിക്കാം, കാര്യങ്ങൾ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു സൗഹൃദം. ഞാൻ അത്ര നല്ലവനായിട്ടൊന്നല്ല, പക്ഷേ എന്നാലും ഒരു മനുഷ്യൻ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ അധ്വാനിച്ച പൈസ ഇത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളത് പറ്റിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി.